ഗൈസ് അങ്ങനെ അമ്മ പറഞ്ഞ പോലെ നല്ല ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ആയിട്ട് നമ്മളത് നേരെ അമ്മ എടുത്തോട്ട് പോവാണ്. അമ്മയ്ക്ക് എന്താണെന്നറിയത്തില്ല, സാധാരണ ഇങ്ങനെ ദോശ വേണമെന്നൊന്നും പറയാറുള്ളതല്ല, പക്ഷെ ഇന്ന് എന്തോ ദോശ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ചൂട് ദോശയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ 2 ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. എനിക്കെന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ഫുഡൊന്നും കഴിക്കാൻ നല്ല വിശപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുമല്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചോറ് കഴിച്ചായിരുന്നു. അപ്പം അമ്മ രാവിലെ ഇറങ്ങിയതായതുകൊണ്ട് അമ്മ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതാ അമ്മയ്ക്ക് ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മയ്ക്ക്. ആൾക്കാരെല്ലാം ഫുഡും സൂപ്പറാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഫുഡിന് വരുന്നത്. വലിയ കത്തി പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമല്ല. അങ്ങനെ നമ്മളത് ദോശയൊക്കെ കഴിച്ച് ഇനി നേരെ മൂവി കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇപ്പം നല്ല ഭയങ്കര ഹാപ്പിയിലാണ് ഇന്ന് ശ്യാമയ്ക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ കോഫി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കെന്തോ നല്ല വിശപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതാ കണ്ടോ, മോതിരം കാണിക്കുന്നത് കണ്ടോ. ഇനിയിപ്പോൾ 2 ദിവസം ഇനി ഈ ഷോ കാണണം ഗൈസ്. നമ്മൾ നേരെ PVRലോട്ട് പോവാണ് ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ PVRൽ പോവാണ്. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ മൂവിയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ എപ്പം PVR ഇവിടെ ലുലു ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സമയമാകുമ്പോൾ ഓടിപ്പിടച്ച് വന്ന് കയറലായിരുന്നു പതിവ്. പക്ഷേ ഇന്ന് അമ്മേനെയും കൊണ്ട് സ്വസ്ഥമായിട്ട് കുറച്ച് നേരത്തെ വന്നുകൊണ്ട് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ പറ്റി ഗൈസ്. അല്ലെങ്കിൽ ഓട്ടത്തിലാണ് വന്ന്, അത് മൂവിയുടെ മറ്റേ ടൈറ്റിലൊക്കെ എഴുതി കാണിച്ച് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ വന്ന് കയറുന്നത്. സാധാരണ എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കൂടെ വരുന്ന ആരും ലേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഓടിപ്പിടച്ചുള്ള വരവായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു ഗൈസ്. ഒത്തിരി ടൈം ഉള്ളതുകൊണ്ട് എല്ലാം പെതുക്കെ കണ്ടു കേട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ PVRൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ചെന്നുടനെ അമ്മയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് എന്താണെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് ഇന്ന് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ഇവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഇനിയിപ്പം പോപ്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂവിക്കൊക്കെ കയറുമ്പോൾ പോപ്കോണൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പോപ്കോണും വാങ്ങി. അമ്മ ഐസ്ക്രീം കഴിച്ചിട്ട് നേരെ അതാ നമ്മുടെ പോപ്കോൺ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ടൈം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ തോന്നുമല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ. ഐസ്ക്രീം അമ്മ എനിക്കും വായി വെച്ച് തരുക കേട്ടോ. അപ്പോൾ എന്തൊരു സ്നേഹമെന്നറിയാമോ, എനിക്കറിയത്തില്ല, ഇന്ന് എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. അങ്ങനെ പുറത്തൊക്കെ പോകുന്ന ദിവസം ഭയങ്കര ഹാപ്പിയാണ്. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോവുക, മൂവി കാണുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പോൾ മൂവിയുടെ ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ മൂവി കണ്ടിട്ട് റിവ്യൂ പറയാം. ടാറ്റാ, സീ യു.